ഹായ് ഹലോ ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇലസ്ട്രേഷൻ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി പാർട്ട് വൺ എന്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റും പാർട്ട് ടൂയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റാർട്ട് ചെയ്തു. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ബട്ട് സ്ലോലി നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. കാരണം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി കുറവ് കാരണം നമുക്ക് അവിടെ തെറ്റുപറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എത്ര പറയാ ടൈം കുറച്ചുള്ള പാർട്സ് ആയിട്ടായിരിക്കും ഞാൻ ഇടാൻ പോണത്. സോ ഇലിസ്ട്രേഷൻ ത്രീ വെച്ചിട്ട് ഇന്നലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ ഇതിന്റെ ബാക്കി നമുക്ക് ഇപ്പൊ ചെയ്യാം. ഓക്കെ, ഇലിസ്ട്രേഷൻ 3 വെച്ച് കണ്ടിന്യൂ ചെയ്യാണ്. സപ്പോസ് സാലറീസ് പെയ്ഡ് ഡ്യൂറിംഗ് 2022 വേർ 23,000. അപ്പം ഈ 2022 എന്ന് പറയുമ്പം പെയ്ഡ് ഡ്യൂറിംഗ് 2022 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എത്രയാണെന്ന് മനസ്സിലായി. ഫൈനാൻഷ്യൽ ഇയർ എത്രയായിരിക്കും? ഫൈനാൻഷ്യൽ ഇയർ 21-22. ഓക്കെ അല്ലേ? അപ്പോ പെയ്ഡ് ഡ്യൂറിംഗ് 2022 വേർ 23,000. ദി ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ. ഓക്കെ, അപ്പം സാലറീസ് അൺപെയ്ഡ് ഡ്യൂറിംഗ് 31st മാർച്ച്. 31st മാർച്ചില് നമ്മുടെ സാലറി അൺപെയ്ഡ് ആണ്. അത് ഏത് ഇയറിലാണ്? 2021. സോ ഫൈനാൻഷ്യൽ ഇയർ 21-22 എന്ന് പറയുമ്പോൾ എന്റെ സ്റ്റാർട്ടിങ് എവിടെ എപ്പോൾ മുതലായിരിക്കും? സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 1/4/21 ടു 31/3/22 ആയിരിക്കും. പക്ഷേ ഇവിടെ പറയും നോക്ക്, ഇതെവിടെ എത്ര കാണിക്കുന്നത്? ഇത് 1/4 ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് 31/3-യിലാണ്. അപ്പൊ 31/3 എന്ന് പറയുമ്പോൾ സാലറി അൺപെയ്ഡ് ആയിരുന്നു. ഏത് കൊല്ലത്തെ? കഴിഞ്ഞ കൊല്ലം 31st മാർച്ച് 21. അപ്പം ആ ഒരു 1,400 അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യനില് അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം എന്താ? കറന്റ് ഇയർ എക്സ്പെൻസ് അല്ല, പ്രീവിയസ് ഇയർ എക്സ്പെൻസ് ആണ്. അപ്പൊ എന്താ പറയുന്നത്? ശരിക്കും ഈ ഒരു ഇതിൽ എന്താ പറയാ? കറന്റ് ഇയർ എക്സ്പെൻസ് അല്ല, പ്രീവിയസ് ഇയർ എക്സ്പെൻസ് ആണ്. പക്ഷേ അത് കറന്റ് ഇയറിലാണ് എന്ത് ചെയ്തത്? പേയ്മെന്റ് ചെയ്തത്. ഒരു വട്ടം കൂടിയും പറയാം, ക്ലിയർ ആയിട്ട് കേട്ടോ. കറന്റ് ഇയർ എക്സ്പെൻസ് അല്ല, പ്രീവിയസ് ഇയർ എക്സ്പെൻസ് ആണ്. അത് കറന്റ് ഇയറിലാണ് ഞാൻ എന്ത് ചെയ്തത്? പേയ്മെന്റ് ചെയ്തത്. ഓക്കെ അല്ലേ? സോ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി സാലറീസ് പ്രീപെയ്ഡ് ഓൺ 31st മാർച്ച് തന്നെയാണ്. കണ്ടോ, താഴത്തേക്ക് ഇവിടം വരെ 31st മാർച്ചിലാണ് പറയുന്നത്. സാലറീസ് പ്രീപെയ്ഡ് ഓൺ 2021. കഴിഞ്ഞ കൊല്ലം സാലറി എന്ത് ചെയ്തു? ഒന്ന് പ്രീപെയ്ഡ് ചെയ്തു. സോ കഴിഞ്ഞ കൊല്ലം പ്രീപെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈ കൊല്ലത്തെ സാലറി ആയിരിക്കുമല്ലോ അവർ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. മുൻകൂട്ടി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക ഈ കൊല്ലത്തെ സാലറി അല്ലേ? സോ എങ്ങനെയാ പറയാ? ഈ കൊല്ലത്തെ സാലറി ആണ്, പക്ഷെ അത് കഴിഞ്ഞ കൊല്ലം തന്നെ എന്താക്കി? പേയ്മെന്റ് ചെയ്തു. ഐ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ല നോക്കുന്നത്. ഇൻസ്റ്റെഡ് അത് റവന്യൂ നേച്ചർ ആണോ, മാത്രല്ല അത് കറന്റ് ഇയറിലെ എക്സ്പെൻഡിച്ചർ ആണോ എന്നാണ് നോക്കുന്നത്. സോ ഇത് കറന്റ് ഇയർ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ പേയ്മെന്റ് ചെയ്തത് കഴിഞ്ഞ കൊല്ലമാണ്. സോ ഇവിടെ അത് എന്ത് ചെയ്യണം? ഇവിടെ അത് പ്ലസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതാ സാലറീസ് അൺപെയ്ഡ് ഓൺ 31st മാർച്ച് 2022. ഈ കൊല്ലവസാനം നമ്മൾ കുറച്ച് സാലറീസ് എന്താക്കിയിട്ടുണ്ട്? അൺപെയ്ഡ് ആണ്, പേയ്മെന്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ എന്താ, ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ, ഇവിടെ സാലറി ഈ കൊല്ലത്തെ സാലറി എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ സാലറി ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. വെദർ അതിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ പേയ്മെന്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു കേസിൽ അവിടെ പേയ്മെന്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ അത് കറന്റ് ഇയർ സാലറി ആണ്. സോ അതെന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇനി അടുത്ത ലാസ്റ്റത്തെ ഒരു പോയിന്റും കൂടിയും, പ്രീപെയ്ഡ് 31st മാർച്ചില് 2022. ഈ കൊല്ലം അവസാനം ഞാൻ മുൻകൂട്ടി അടച്ചു എന്ന് പറയുമ്പോൾ അത് ഈ കൊല്ലത്തെ ആയിരിക്കില്ലല്ലോ, അടുത്ത കൊല്ലത്തേക്കുള്ള സാലറി ഞാൻ മുൻകൂട്ടി ഈ കൊല്ലം അവസാനം അടക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കറന്റ് ഇയർ എക്സ്പെൻസ് ആണോ? ആണോ അല്ലേ? കറന്റ് ഇയർ എക്സ്പെൻസ് അല്ല, അത് നെക്സ്റ്റ് ഇയർ എക്സ്പെൻസ് ആണ്. അടുത്ത കൊല്ലത്തെ എക്സ്പെൻസ് ഞാൻ മുൻകൂട്ടി അടച്ചതാണ്. സോ അതെന്ത് ചെയ്യണം? അത് നമ്മൾ മൈനസ് ചെയ്യണം. സോ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതാ? അപ്പം ആൻസർ എഴുതുമ്പം ഏതാണ്? സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്നും പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതും? 23,000 എഴുതും. അതിനുശേഷം ഫസ്റ്റ് ഇവിടെ ആഡ് എന്നും പറഞ്ഞ് എഴുതും. ഏതാ സാലറി
പ്രീപെയ്ഡ് ആസ് ഓൺ കഴിഞ്ഞ കൊല്ലം മുൻകൂട്ടി അടിച്ചത് ആസ് ഓൺ 31/3/21 അത് എത്രയായിരുന്നു 400. ഇനി അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്. ഈ കൊല്ലം അവസാനം പെൻഡിങ്ങിലായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/3. ഈ കൊല്ലം അവസാനം ഞാൻ പേയ്മെന്റ് ചെയ്യാത്ത സാലറി 22. ഈ കൊല്ലത്തെ സാലറിയാണ്, പക്ഷെ പേയ്മെന്റ് നടത്തിയിട്ടില്ല. എത്ര രൂപയാ? 1800. ഇനി ലാസ്റ്റത്തെ രണ്ടെണ്ണം അതെന്താണ്? ലെസ് ചെയ്യേണ്ടതാണ്. അതെന്താ? സാലറി പ്രീപെയ്ഡ് ആസ് ഓൺ 31/3. ഈ കൊല്ലവസാനം ഞാൻ മുൻകൂട്ടി അടിച്ചത്. ഈ കൊല്ലത്തെ സാലറി അല്ല, അടുത്ത കൊല്ലത്തെ സാലറിയാണ് ഞാൻ എന്താക്കിയത്? മുൻകൂട്ടി അടിച്ചത്. സോ അവിടെ എന്ത് ചെയ്യണം? 1400 മൈനസ് ചെയ്യണം. ഇനി അവസാനം സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ എത്രയാ? 31/3. കഴിഞ്ഞ കൊല്ലം പെൻഡിങ്ങിൽ വന്ന സാലറി ഞാൻ എന്ത് ചെയ്തു? ഈ കൊല്ലം അടച്ചു തീർത്തു. 1400ഉം 600ഉം മൈനസ് ചെയ്തത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 23,200 വരും. ഇതെന്താ ചെയ്യുന്നത്? ഇതെന്ത് ചെയ്യേണ്ടതാ? സാലറി ടു ബി ഡെബിറ്റഡ് എവിടാ? ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതണേ. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതുന്നത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? ഇപ്പൊ നമ്മൾ എക്സ്പെൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞു. ഇനി ഇൻകത്തിലേക്ക് പോവാം. ഇൻകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന നമ്മുടെ മെയിൻ ആളാണ് ആര്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇന്നലെ നമ്മൾ പഠിച്ചു, നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് എന്ത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ എന്താണ്? ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി മെമ്പേഴ്സ് ആണ്. എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി മെമ്പേഴ്സ് ഓൺ എ റെഗുലർ ബേസിസ് ആണ്. ഓക്കെ അല്ലേ? ഈ കോൺട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ അതൊരു റവന്യൂ നേച്ചറിലായിരിക്കും. റവന്യൂ എന്ന് പറഞ്ഞാൽ ഓരോ തവണ അടവടവായിട്ട് തരുന്നത് രീതിക്ക്. ഓക്കെ, അതാ ഇവിടെ പറയുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ് ഓൺ എ റെഗുലർ ബേസിസ് ആണ്. അതെന്താണ്? റവന്യൂ നേച്ചർ ആണ്. അതെന്താ ചെയ്യുന്നത്? ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ലെഡ്ജർ വരക്കുമ്പം സാലറി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസ് എന്താ നമ്മൾ പൊതുവെ ചെയ്യാറ്? ഡെബിറ്റ് ആണ് ചെയ്യാറ്. സോ കൂട്ടേണ്ട സാധനങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിലും കുറക്കേണ്ട സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിലും എഴുതിയാൽ മതി. ഈസി പീസി. കൂട്ടേണ്ട സാധനങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിലും കുറക്കേണ്ട സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിലും എഴുതിയാല് അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതൊരു ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ലെഡ്ജർ ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ലെഡ്ജർ എന്ന് പറഞ്ഞാല് ഇൻകം എന്ന് പറയുന്നത് ക്രെഡിറ്റ് നേച്ചറിലാണ് അല്ലെ? നമ്മൾ ഡേ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചപ്പം CLIC, ക്രെഡിറ്റ് യുവർ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. സോ ഇൻകം വരുന്നത് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. സോ കൂട്ടേണ്ടതെല്ലാം ക്രെഡിറ്റ് സൈഡിലും കുറക്കേണ്ടതെല്ലാം ഡെബിറ്റ് സൈഡിലും ഏതാ? അതിന്റെ ബാലൻസ് ആയിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. എനിക്കൊരു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് 2 lakh rupees ആണ്. ഫൈനാൻഷ്യൽ ഇയർ 23-24. ഫൈനാൻഷ്യൽ ഇയർ 23-24 എന്ന് പറയുമ്പം ഇയർ സ്റ്റാർട്ടിങ് എപ്പോഴായിരിക്കും? ഇയർ സ്റ്റാർട്ടിങ് 1/4/23 to 31/3/24. ഇതായിരിക്കും എന്റെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 23-24 എന്ന് പറയുന്നത് 20,000 ആണ്. എന്ന് വെച്ചാൽ ഈ കൊല്ലം എനിക്ക് ഒരു 20,000 രൂപയും കൂടി കിട്ടാനുണ്ട്. പക്ഷെ എന്തായിട്ടില്ല? കിട്ടിയിട്ടില്ല. എന്താ പറയുന്നത്? ഈ കൊല്ലം എനിക്ക് 20,000 കൂടെ കിട്ടാനുണ്ട്. പക്ഷെ എന്താക്കിയിട്ടില്ല? കിട്ടിയിട്ടില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് എക്സ്പെൻസ് ആണെങ്കിൽ പേയ്മെന്റ് ചെയ്തോ ചെയ്തില്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്ത് കാരണം കൊണ്ട്? അത് കറന്റ് ഇയർ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രം. അതേപോലെ തന്നെയാണ് ഇൻകവും. നമുക്ക് കിട്ടിയോ കിട്ടിയില്ലേ അത് നെവർ മാറ്റേഴ്സ്. പക്ഷെ അത് ഈ കൊല്ലത്തെ ഇൻകം ആണോ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാ? സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയാ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഈക്വൽ ടു 2
ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 23-24 എത്രയാ? 20,000. അതും ആഡ് ചെയ്യും. ഇനി അവസാനം വരുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് ദി ഇയർ 30,000. എനിക്ക് ഈ കൊല്ലം അഡ്വാൻസ് ആയിട്ട് എനിക്ക് 30,000 രൂപ കിട്ടി. അഡ്വാൻസ്ലി കിട്ടാണെന്ന് പറഞ്ഞാൽ അത് ഈ കൊല്ലത്തെ അല്ലല്ലോ. എടാ ഞാൻ പറയാണ്, ഓക്കെ, അടുത്ത മാസത്തെ പൈസ ഇല്ലേ, അത് നീ അഡ്വാൻസ് ആയിട്ട് കയ്യിൽ പിടിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, അത് ഈ കൊല്ലത്തെ പൈസയാണോ? അല്ല. ഈ മാസത്തെ പൈസയാണോ? അല്ല, അടുത്ത മാസത്തെ പൈസയാ. സോ അതേപോലെ തന്നെ 23-24 പൈസയല്ല എനിക്ക് അഡ്വാൻസ്ലി കിട്ടിയത്. എനിക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള പൈസയാണ് എനിക്ക് എന്തായി കിട്ടിയത്? അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ ഇവിടെ എന്താ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? കിട്ടിയോ കിട്ടിയില്ലേ എന്നതല്ല, കിട്ടിയോ കിട്ടിയത് എന്നതല്ല, ഉപരി എന്താ, അത് ഈ കൊല്ലത്തെ എക്സ്പെൻസ് ആണോ, അല്ലെങ്കിൽ ഈ കൊല്ലത്തെ ഇൻകം ആണോ? അല്ല, ഈ കൊല്ലത്തെ ഇൻകം അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്യണം എന്തും പറഞ്ഞിട്ട്, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര? 30,000. അപ്പം മൊത്തം എത്രയാ ടോട്ടൽ വരാം? എത്ര ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്ര ചെയ്യേണ്ടി വരും? 2, 2, 20, 30, 1,90,000. ഇതാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരാം. ഓക്കെ അല്ലടാ? ഈസി പീസി അല്ലേ? സോ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് എന്താ, എക്സ്പെൻസ് ആണെങ്കിൽ പേയ്മെന്റ് ചെയ്തോ ചെയ്തില്ലേ എന്നതിലല്ല കാര്യം, അത് കറന്റ് ഇയർ എക്സ്പെൻസ് ആയിരിക്കണം. ഇനി ഇൻകം ആണെങ്കിൽ അത് കിട്ടിയോ കിട്ടിയില്ലേ എന്നതല്ല, അത് കറന്റ് ഇയർ ഇൻകം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എന്ത് അക്കൗണ്ടിലേക്ക് എടുക്കും? കറന്റ് ഇയർ അക്കൗണ്ട് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കും. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാൽ, ആ കാര്യം നിങ്ങളുടെ തലയിൽ ഫിക്സ് ആവണം. എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്, റവന്യൂ നേച്ചേഴ്സ് മാത്രമേ പറ്റുള്ളൂ. ആ റവന്യൂ നേച്ചർ ആണെങ്കിൽ പോലും അത് എന്തായിരിക്കണം? കറന്റ് ഇയർ ഇൻകം ആയിരിക്കണം. ഈ കാര്യം നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും 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 എന്ത് പറയുന്നത്, ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ്. സോ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി ഇവിടെ പറയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് 24-25 എന്ന് പറയുന്നത് 3 lakh ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനില് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യനില് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/24 to 31/3/25. ഓക്കെ അല്ലേ? ഇത് പക്കിയല്ലടാ? ഓക്കെ. ഇനി ഈ കൊല്ലം നമുക്ക് കിട്ടിയത് എത്രയാ? 3 lakh rupees ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത അവര് പറയാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ എൻഡ് 24-25. ഈ കൊല്ലം എനിക്ക് 10,000 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഈ കൊല്ലം കിട്ടേണ്ടതാണ്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അത് കറന്റ് ഇയർ ഇൻകം ആണോ? കറന്റ് ഇയർ ഇൻകം ആണ്, പക്ഷെ കറന്റ് ഇയറിൽ കിട്ടിയിട്ടില്ല. കിട്ടിയോ കിട്ടിയില്ല എന്ന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. അത് കറന്റ് ഇയർ ഇൻകം ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്യണോ? ചെയ്യണം. പ്ലസ് ആണോ മൈനസ് ആണോ? അത് പ്ലസ് ചെയ്യണം. അപ്പൊ എത്ര വരും? 10,000 rupees. ഇനി അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് ദി ഇയർ. ഞാൻ പറഞ്ഞു, അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഈ കൊല്ല അവസാനം നമുക്ക് വല്ല എന്താ പറയാ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഈ കൊല്ല അവസാനം കിട്ടുകയാണെങ്കിൽ അത് അടുത്ത കൊല്ലത്തെ എമൗണ്ട് ആണ് നമുക്ക് ഈ കൊല്ലം അഡ്വാൻസ്ലി പേയ്മെന്റ് ആയിട്ട് കിട്ടിയത്. സോ അത് പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? അത് മൈനസ് ചെയ്യണം. കാരണം അത് കറന്റ് ഇയർ ഇൻകം അല്ല, അത് നെക്സ്റ്റ് ഇയർ ഇൻകം ആണ്, വിച്ച് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. സോ 50,000 ഞാൻ ഇവിടെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. 50,000 മൈനസ് ചെയ്യും. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 1/4/24 20,000. എടാ എന്ന് വെച്ചാ
ഈ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാർട്ടിങ് എത്രയാ 1424. ആ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 20,000 രൂപ കിട്ടാനുണ്ട് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ള എമൗണ്ട് അല്ലേ? ആലോചിച്ച് നോക്ക്. ഈ കൊല്ലം തുടങ്ങിയ പാടന്നെ പറയാണ് എടാ ഒരു 20,000 രൂപ കിട്ടാണ്ട് കിട്ടിയ. അപ്പൊ അത് അതിന്റെ അർത്ഥം എന്താ? അത് കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ളത് കൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ കിട്ടാനുണ്ട്, പെൻഡിങ്ങിൽ ഉണ്ട് എന്ന് പറയുന്നത്. ആണോ അല്ലേ? ആണ്. സോ ആ ഒരു 20,000 രൂപ, ആ ഒരു 20,000 റുപ്പീസ് നമുക്ക് ഈ കറന്റ് ഇയർ എക്സ്പെൻസ് ആണോ? അല്ല, കറന്റ് ഇയർ ഇൻകം ആണോ? അല്ല, അത് പ്രീവിയസ് ഇയർ ഇൻകം ആണ്. അത് കറന്റ് ഇയറിലാണ് കിട്ടിയത്. സോ പ്രീവിയസ് ഇയർ ഇൻകം ആയത് കൊണ്ട് തന്നെ അത് കറന്റ് ഇയർ ഇൻകം അല്ലാത്തത് കൊണ്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്? അത് മൈനസ് ചെയ്യണം. 20,000 റുപ്പീസ്. ഇനി അടുത്ത പറയാണ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 1/4/24 30,000. എടാ എനിക്കൊരു അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. എപ്പോ? കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാണ്. ഈ ഈ ഈ ഈ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാണ് ഒരു 1/4/24 എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എനിക്കൊരു അഡ്വാൻസ് കിട്ടിക്കുവാനെ കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലത്തേക്ക് ഒരു അഡ്വാൻസ് കിട്ടിക്കാനും ആ ഒരു 30,000 റുപ്പീസ് എന്ന് പറയുമ്പം കഴിഞ്ഞ കൊല്ലം പ്രീവിയസ് ഇയറിലെ എനിക്ക് എന്ത് കിട്ടി? ഒരു അഡ്വാൻസ് കിട്ടി. എപ്പത്തേക്കുള്ളത്? ഈ കൊല്ലത്തേക്കുള്ളത്. എന്ന് വെച്ചാൽ കറന്റ് ഇയർ ഇൻകം ആണ്. പക്ഷെ അത് എപ്പോഴാണ് കിട്ടുന്നത്? പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്താക്കിയിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എപ്പോ റിസീവ് ചെയ്തോ ഇല്ല എന്നല്ല. നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ ആകെ നോക്കേണ്ടത് വെദർ ഇറ്റ് ഈസ് കറന്റ് ഇയർ എക്സ്പെൻസ് ഓർ ഇൻകം. അത് കറന്റ് ഇയർ ഇൻകം ആണെന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? അതിനെ പ്ലസ് ചെയ്യും. എത്ര? 30,000. ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് മനസ്സിലാവും. ക്രെഡിറ്റ് ചെയ്യണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക്. 3, 3, 10, 3, 40 മൊത്തം കൂട്ടി 3,5. 3,05,000. ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ അല്ലേ? കത്തിയില്ലടാ, സബ്സ്ക്രിപ്ഷൻ കത്തിയില്ല. എക്സ്പെൻസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തന്നു. അതേപോലെ തന്നെ ഇൻകവും. എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തോ ചെയ്തില്ലേ, ആ 2 കേസ്. ഇനി ഇൻകം ആണെങ്കിലോ കിട്ടിയോ കിട്ടിയില്ലേ, ആ ഒരു കേസിലല്ല നമ്മൾ എന്താ നോക്കുന്നത്? കറന്റ് ഇയർ ഇൻകം ആണോ, അല്ലെ കറന്റ് ഇയർ എക്സ്പെൻസ് ആണോ എന്നതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് ചാർജ് കുത്തട്ടെ. ചാർജ് കുത്താൻ മറന്നു പോകുന്നത്, ഒന്നിട്ടും കുത്തട്ടെ. ബാക്ക് ടു ക്ലാസ്. ഓക്കെ, സോ ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് വരക്കുക എന്നുള്ളത് നോക്കാൻ പോവാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷന്റെ കേസിലാണ്. സോ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. സോ ഇൻകം ആവുന്നത് കൊണ്ട് തന്നെ അത് എന്ത് തരം അക്കൗണ്ട് ആയിരിക്കും? ക്രെഡിറ്റ് ബേസ്ഡ് അക്കൗണ്ട് ആയിരിക്കും. അന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ്ഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എടാ ക്രെഡിറ്റ് സൈഡിലായിരിക്കും അതിന്റെ എന്ത് വരയ്ക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂട്ടേണ്ടതെല്ലാം കൂട്ടുക, കുറക്കേണ്ടതെല്ലാം ഡെബിറ്റ് സൈഡിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ക്രെഡിറ്റ് എവിടെയാണെന്ന് അറിയാലോ? ഇവിടെയാണ് ഡെബിറ്റ് വരാം, ഇവിടെയാണ് ക്രെഡിറ്റ് വരാം. ഇവിടെ എന്തൊക്കെയാ വരാം? ഇവിടെ
പർട്ടിക്കുലർ എമൗണ്ട് ഞാൻ പെട്ടെന്ന് എഴുതുന്നതാണ്. സോ കാരണം ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ആവശ്യം. ഞാൻ എത്രത്തോളം എഴുതുന്നതിന്റെ വൃത്തി എന്നല്ല. എഴുതുന്ന അത്യാവശ്യം മനസ്സിലാവും, എന്നാലും കോൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പറയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് 3 lakh rupees ആണ്. എന്ന് വെച്ചാൽ ഈ കൊല്ലം ഞാൻ എത്ര എടുക്കുന്നുണ്ട്? 3 lakh rupeeസോളം എടുക്കുന്നുണ്ട്. എടാ ഒറ്റ മിനിറ്റ്. സോറി. ഓക്കെ. സോ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഒരു 3 lakh rupees കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇൻകം ബേസ്ഡ് അക്കൗണ്ട് ആണ്. നമുക്ക് റിസീവ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ റിസീവ് ചെയ്യാം? നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യാം. സോ നമ്മൾ ഇവിടെ എന്തും പറഞ്ഞു ചെയ്തും ബൈ ബാങ്ക് അക്കൗണ്ട് എത്ര കാണിക്കും? നമ്മള് ബൈ ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു 3 lakh കാണിക്കണം. ബൈ ബാങ്ക് അക്കൗണ്ട് എത്ര കാണിക്കണം? 3 lakh rupees കാണിക്കണം. ഓക്കെ. ഇനി അടുത്തവര് പറയാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഒരു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി ആസ് ഓൺ 31st March 2023. ഈ കൊല്ലം അവസാനം ഒരു എത്ര രൂപയുടെ 20,000 rupeesന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എനിക്ക് കിട്ടേണ്ട ഇൻകം ആണ്. ഈ കൊല്ലം അവസാനം എനിക്ക് കിട്ടേണ്ട ഇൻകം ആയിരുന്നു. പക്ഷെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മൾ കറന്റ് ഇയർ ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഇവിടെ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ എന്തും പറഞ്ഞതും ബൈ 20,000 അല്ലേ? ബൈ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്ര എഴുതണം? 20,000. ആഡ് ചെയ്യേണ്ടതെല്ലാം ക്രെഡിറ്റ് സൈഡിലേക്ക്. എന്താ പറയുന്നത്? ആഡ് ചെയ്യേണ്ടതെല്ലാം ക്രെഡിറ്റ് സൈഡ്. ഇവിടെ മൊത്തം പ്ലസ്, ഇവിടെ മൊത്തം മൈനസ്. ഓക്കെ. ഇനി ഈ എക്സ്പെൻസ് അക്കൗണ്ട് ആയിരുന്നെങ്കിലോ, ലൈക്ക് സാലറി പോലത്തെ എക്സ്പെൻസ് റിലേറ്റഡ് അക്കൗണ്ട് ആണെങ്കിലോ ഡെബിറ്റ് സൈഡ് മൊത്തം പ്ലസ്, ഈ സൈഡ് മൊത്തം മൈനസ്. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ഇതാ അടുത്ത കേസ് പറയാണ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 31st March 2023. ഈ കൊല്ലം അവസാനം എനിക്കൊരു അഡ്വാൻസ് ആയിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടി. അഡ്വാൻസ് ആയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടണമെങ്കിൽ അത് കറന്റ് ഇയർ ഇൻകം അല്ലല്ലോ. അല്ല, അത് നെക്സ്റ്റ് ഇയർ ഇൻകം ആണ്, വിച്ച് ഇസ് റിസീവ്ഡ് ഇൻ കറന്റ് ഇയർ ആണ്. സോ ഈ 10,000 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് ചെയ്യാം. ടു അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? 10,000. ഓക്കെ. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 31st March 2022. ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ അന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, കാരണം ഇവിടെ ഞാൻ എന്താ 2022 ആ പറയുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ 22-23 എന്ന് വെച്ചാ എടാ 1/4/22 തന്നെ അവര് പറയാണ് എനിക്ക് എന്തുണ്ട്? ഈ 15,000 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട്. ദാറ്റ് ഈസ് നോട്ട് കറന്റ് ഇയർ ഇൻകം. പ്രീവിയസ് ഇയർ ഇൻകം ആണ്. അത് കിട്ടിയിട്ടുണ്ടായില്ല. അത് ഈ കൊല്ലം കിട്ടുമെന്നാ പറയുന്നത്. സോ കറന്റ് ഇയർ ഇൻകം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ എന്തും പറഞ്ഞതും ടു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഞാൻ ഒന്നും ഫുൾ ആയിട്ട് എഴുതുന്നില്ല, കുറച്ചായിട്ട് എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ അത് മൊത്തത്തിൽ എഴുതി കാണിക്കാം. ഓക്കെ അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? 50,000 അല്ലേ? 50,000 ആണ്. 15,000 സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഇനി അവസാനം ഒന്നും കൂടെ ഉണ്ട്. ഇനി പറയാണ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ആസ് ഓൺ 31st March 2022. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ അവസാനം എനിക്ക് 8,000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം അത് അഡ്വാൻസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം ആയിരിക്കൂല, അത് ഈ കൊല്ലത്തെ ഇൻകം ആണ്. സോ ഈ കൊല്ലത്തെ ഇൻകം അത് അഡ്വാൻസ്ഡ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ
ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഈ കൊല്ലത്തെ ഇൻകം ആണോ, നമ്മൾ അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ എന്തും പറഞ്ഞ് എഴുതണം, ബൈ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ അല്ലേ? ഇതും എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. അഡ്വാൻസിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. എത്ര രൂപയാ? 8000 രൂപ. അപ്പം 328. 328ഉം ഇവിടെ എത്ര വരും? 328ഉം മൈനസ് 25. അപ്പം മൊത്തം നമുക്ക് 3,03,000 വരും. ആം ഐ റൈറ്റ്? യെസ്, 3,03,000 വരും. അതെന്ത് അക്കൗണ്ട് എന്നും പറഞ്ഞു എഴുതണം, ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നും പറഞ്ഞ് എഴുതും. ഇത്രയുള്ളൂ സംഭവം. ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. കറക്റ്റ് ആണ്. ഇവിടെയും 328 വരും, 3,28,000 വരും. ഇവിടെ 3,28,000 വരും. അതേപോലെ തന്നെ ഇപ്പുറത്ത് എത്ര വരും? 3,28,000 വരും. സിമ്പിൾ അല്ലടാ. സോ ആകെ മനസ്സിലാക്കേണ്ടത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം ആണെങ്കിൽ, ഇൻകം ആണ്, സബ്സ്ക്രിപ്ഷൻ പോലത്തെ ഇൻകംസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും പ്ലസ് ചെയ്യേണ്ട എല്ലാം ചെയ്യേണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ മൈനസ് ചെയ്യണം. ഇനി അതേ സ്ഥലത്ത് അത് എക്സ്പെൻസ് ആണെങ്കിലോ ഡെബിറ്റ് സൈഡിൽ പ്ലസ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ മൈനസ് ചെയ്യണം. വളരെ 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 ഈസി സാധനമാണ്. സോ ഇതിൽ മാസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്യണോ? ഈ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബട്ട് എനിവേ ഞാൻ ഇതെന്തായാലും അടുത്ത വീഡിയോയിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. താങ്ക് യു.